ഹായ് ലേണേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടോ ഇല്ലേ. പല വിദ്യാർത്ഥികളും ഡൗട്ട് ചോദിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഒഫീഷ്യലി എന്താണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതുവരെയുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഓരോ സ്റ്റുഡൻറ്റും ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ആയാലും ലാപ്ടോപ്പ് ഏത് ഡിവൈസ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൽ നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇഗ്നോ എക്സാം റിസൾട്ട് എന്ന് സെർച്ച് ചെയ്യാം. ജസ്റ്റ് ഇഗ്നോ എക്സാം റിസൾട്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് നടന്ന എക്സാം എന്ന് പറയുന്നത് ജൂൺ 2026 ആണ് അല്ലേ. ജസ്റ്റ് അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് നോക്കാൻ സാധിക്കും, ഇവിടെ സ്റ്റുഡൻറ്റ് സർവീസസ് എന്നുള്ളൊരു സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ബ്രാക്കറ്റിൽ റിസൾട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം കാണുന്ന ഇഗ്നോയുടെ ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സൈറ്റോടെ ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഈ ഒരു പുതിയൊരു വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ടേം എൻഡ് എക്സാം ഓർ അല്ലെങ്കിൽ റീവാലുവേഷൻ റിസൾട്ട്, ഗ്രേഡ് കാർഡ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ടേം എൻഡ് എക്സാം എന്നുള്ളതാണ്. ലാസ്റ്റ് നടന്ന ഒരു സെമസ്റ്ററിൽ എക്സാമിൻ്റെ റിസൾട്ട് ഏതാണോ വന്നിട്ടുള്ളത് അതാണ് ഇവിടെ നോക്കുന്നത് അല്ലേ. ഗ്രേഡ് കാർഡ് ഇതുവരെ മൊത്തത്തിൽ നമ്മൾ എത്ര എക്സാം എഴുതിയിട്ടുണ്ട്, അത് മൊത്തത്തിൽ എങ്ങനെയാണ് പാസ്സായിട്ടുണ്ടോ ഇല്ലേ, കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗ്രേഡ് കാർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ ഫസ്റ്റ് 3 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ആദ്യത്തെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് റീവാലുവേഷൻ ആണോ അല്ലെങ്കിൽ ടേം എൻഡ് എക്സാം ആണോ സെമസ്റ്റർ എക്സാം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഇതാണ് കൊടുക്കുന്നത്, സെമസ്റ്റർ എക്സാമിൻ്റെ ഓപ്ഷനാണ് കൊടുത്തത്. ദെൻ രണ്ടാമത്തേത് ഇവിടെ ചോദിക്കുന്നുണ്ട് ഏത് എക്സാമിൻ്റെ റിസൾട്ടാണ് വേണ്ടത്, ജൂൺ 2026 വേണം, ഡിസംബർ 2025, ഇങ്ങനെ ഓരോ ടേമിൻ്റെ എക്സാം റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിവിടെ ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ള ജൂൺ 2026 എക്സാം ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ എന്ത് ചെയ്യണം, എൻറോൾ നമ്പർ നിങ്ങൾ കറക്റ്റ് കൊടുക്കണം. നിങ്ങൾ എൻറോൾ നമ്പർ എത്രയാണോ ഉള്ളത് ആ എൻറോൾ നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എന്താണ് എൻറോൾ നമ്പർ നിങ്ങളുടെ വരുന്നത് ആ എൻറോൾ നമ്പർ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സെർച്ച് എന്നുള്ള ഭാഗത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഓക്കെ, താഴെ ഭാഗത്ത് സെർച്ച് എന്നുള്ള ഭാഗത്ത് വരുന്ന സമയത്ത് പുതിയൊരു വിൻഡോ നിങ്ങൾക്കിവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നിങ്ങൾക്കുള്ള റിസൾട്ടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇവിടെ നോക്കൂ മക്കളെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ടേം എൻഡ് ജൂൺ 2026 എക്സാം റിസൾട്ട് അല്ലേ. നമ്മളിപ്പോൾ നിലവിൽ നോക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 10/8/2026. ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കറണ്ട് ഡേറ്റ് ഇന്ന് നോക്കുന്ന ഡേറ്റ് 18/8 ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതുവരെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടെ 10/8/2026 ആണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, എൻറോൾ നമ്പർ നോട്ട് ഫൗണ്ട്. ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അല്ലേ കാണാൻ സാധിക്കും, എൻറോൾ നമ്പർ നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ റിസൾട്ട് യെറ്റ് ബി ഡിക്ലെയർഡ്. ഇതുവരെ റിസൾട്ട് എന്ത് ചെയ്തിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓൾറെഡി റിസൾട്ട് വരാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ പ്രോഗ്രാമിൻ്റെ റിസൾട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഒരുമിച്ച് റിസൾട്ട് വരുന്നതല്ല, നിങ്ങൾ അവരെ വാല്യുവേഷൻ ഏതാണ് ആദ്യം ചെയ്യുന്നത് അതിനനുസരിച്ച് താഴേക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഗ്രൂപ്പിലോ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിസൾട്ടുകൾ അപ്ഡേറ്റ് ആയി വരുന്നതാണ്. നോർമലി എക്സാം എഴുതി കഴിഞ്ഞാൽ 40 ദിവസം കൊണ്ട് റിസൾട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് പബ്ലിഷ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെയും റിസൾട്ടുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ്സായി, ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഫെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ റിസൾട്ട് വരാത്തത് കൊണ്ടാണ് എൻറോൾ നമ്പർ ഇവിടെ എന്താണെന്നുള്ളത് കൊടുത്തിട്ടില്ല, പ്രോഗ്രാം ഏതാണെന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് MCOM ആണെങ്കിൽ അങ്ങനെ, BA EGH ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ ഓരോന്നിൻ്റെ പ്രോഗ്രാം കോഡുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു തവണയെങ്കിലും വെബ്സൈറ്റിൽ വന്നിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വീക്കിലി ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാം റിസൾട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക. വേറെ എന്തെങ്കിലും ആവശ്യമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുമായി നമ്മളായിട്ട് ബന്ധപ്പെടുക കേട്ടോ. ഓക്കെ, പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്